എല്ലാ പ്രേക്ഷകർക്കും ക്യൂസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓപ്പൺ ബോക്സ് വീഡിയോ ആണ്. എമറൽ ലെഗാസെ പ്രഷർ എയർ ഫ്രയർ പ്ലസ് ആണ്. ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള പല യൂട്ടൻസിലുകളും റീപ്ലേസ് ചെയ്യാം. ഉദാഹരണത്തിന് എയർ ഫ്രയർ, പ്രഷർ കുക്കർ, റൈസ് കുക്കർ, സ്ലോ കുക്കർ, സ്റ്റീമർ, അതുപോലെയുള്ള പല യൂട്ടൻസിലുകളും നമുക്ക് ഈ ഒരു ഒറ്റ ഡിവൈസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ സ്പേസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന 2, 3, 4 പേരുള്ള ഒരു ഫാമിലിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ആവശ്യം വരുന്നതേ ഇല്ല. ഈ ഒരു ഡിവൈസ് കൊണ്ട് ഏകദേശം 10 ഡിവൈസുകളാണ് റിപ്ലേസ് ചെയ്യപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് എയർ ഫ്രയർ. എയർ ഫ്രയറിൽ നമ്മൾ ഒത്തിരി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പ്രഷർ കുക്കറിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം പ്രഷർ കുക്കറിനെ കുറിച്ച്. അടുത്ത് വരുന്നത് റൈസ് കുക്കറാണ്. റൈസ് വേവിച്ചെടുക്കാനും ബിരിയാണി റൈസും അതുപോലുള്ള കാര്യങ്ങളും റെഡിയാക്കി എടുക്കാം. പിന്നെ വരുന്നത് സ്ലോ കുക്കറാണ്. സ്ലോ കുക്കറിൽ മീറ്റും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. അതും ഈ ഒരു യൂട്ടൻസിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ സ്ലോ കുക്കർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം, പക്ഷേ ഈ ഒരു യൂട്ടൻസിൽ അത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൽ വരുന്നത് സൂസ് വിഡേ മോഡാണ്. ഈ മോഡിൽ നമുക്ക് വാക്വം പാക്ക് ചെയ്ത മീറ്റ്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ സോട്ടേ സ്കില്ലറ്റ്, അതായത് ഒരു അടുപ്പിന് പകരം നമുക്ക് അടുപ്പ് റിപ്ലേസ് ചെയ്തുകൊണ്ട് സോട്ടേ ചെയ്തെടുക്കാനും ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ വരുന്നത് യോഗട്ട് മേക്കറാണ്. അതായത് തൈരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. തണുപ്പുള്ള രാജ്യങ്ങളാണെങ്കിൽ ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് തൈരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഉള്ളത് ബേക്കിംഗ് ഓവനാണ്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനും ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാനും പിസ്സ ബേക്ക് ചെയ്തെടുക്കാനും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് ചെയ്യാം. ഏറ്റവും അവസാനം വരുന്നത് റോസ്റ്ററാണ്. റോസ്റ്ററിൽ നമുക്ക് മീറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാനും അതുപോലെ വേറെ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം. സോ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് നമുക്ക് നേരെ ഓപ്പൺ ചെയ്താലോ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 8,000 റുപ്പീസാണ്. നല്ല ഡീലൊക്കെ ആണെങ്കിൽ ഒരു 7,000, 7,500 ഒക്കെ കിട്ടും. ഏതായാലും ഇനി നമുക്കിത് നേരെ ഓപ്പൺ ബോക്സ് ചെയ്യാം. ഞാൻ പല ഓപ്പൺ ബോക്സ് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ബോക്സ് വീഡിയോ ഒക്കെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ബോക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡിവൈസ് കൊണ്ട് പല റെസിപ്പീസും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് അടിക്കുക, കാരണം ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പാക്കേജിംഗ് ആണ്. ഇത് ഇവിടെ 2 ബുക്ക് വന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തേത് ഇതിൻ്റെ ഓണേഴ്സ് മാനുവലാണ്, അതായത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ഗൈഡാണ്. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ ഒരു റെസിപ്പി ബുക്കും ഇവിടെയുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് റെസിപ്പീസൊക്കെ അടിപൊളിയാണ്. ഇത് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. കേക്ക്, എൻ്റെ പൊന്നോ, ഇതെല്ലാം ഏതായാലും നമുക്ക് ട്രൈ ചെയ്യണം. പല രീതിയിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അതുപോലെ സ്റ്റാർട്ടപ്പ് ഗൈഡും ഇവിടെയുണ്ട്. സോ ഏറ്റവും ആദ്യത്തെ ഈ വരുന്നത് ഇതിൻ്റെ ഗ്ലാസ് ലിഡാണ്. ഇതാണ് ഇതിൻ്റെ ഗ്ലാസ് ലിഡ് വരുന്നത്. എയർ ഫ്രയറും പ്രഷർ കുക്കറും അല്ലാതെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതായിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അടിപൊളി. അപ്പോൾ നമ്മുടെ സംഭവം നമുക്കിവിടെ നല്ല വെയിറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ലിഡ് വരുന്നത്. ഇത് പാനും കോയിലുമാണ്. എയർ ഫ്രയർ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ മറ്റേ എയർ ഫ്രയറിൽ നമ്മൾ ആ വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ ഇത് ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അടുത്തത് പ്രഷർ കുക്കറാണ്. ഇനി നമ്മളിവിടെ എടുക്കുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂണിറ്റാണ്. ഇത്രയും 2 ചെറിയ പീസുകളാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സോ ഇതാണ് നമ്മുടെ പ്രഷർ കുക്കർ ലിഡ്. അതുപോലെ ഇത് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ലിഡാണ്. പിന്നെ ഉള്ളത് ഇത് അടച്ചു വെക്കുന്ന ഇതിൻ്റെ ലിഡും ഉണ്ട്. ഏതായാലും ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ലെവറുണ്ട്, ഇത് നമുക്ക് ഓപ്പൺ ആക്കുകയാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് തിരിക്കാം അൺലോക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് നമുക്ക് പയ്യെ ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ പ്രഷർ കുക്കർ ലിഡ് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്കിതിൻ്റെ വിസിൽ കാണാം. ഏതായാലും ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഏതായാലും ഇതും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് കുറേ കാർഡ്ബോർഡും ബോക്സും ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ഇത് വരുന്നത് കുക്കിംഗ് റാക്കാണ്. ഇത് നമുക്ക് ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും വെച്ച് ഫ്രൈ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു മെഷറിംഗ് കപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പാച്ചില നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ പവർ പ്ലഗാണ്. സോ അതും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സിം കാർഡ് ടൂൾ പോലത്തെ, സിം കാർഡൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു ടൂൾ പോലത്തെ ഒരു ചെറിയൊരു ടൂളും ഇതിൻ്റെ അകത്തുണ്ട്. സോ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം.
ഇതിലാണ് എല്ലാ കുക്കിങ്ങും നടക്കുന്നത്. നല്ല ഒരു പാത്രമാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് തോന്നുന്നു. സോ ഇതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ അകം വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ വരുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ ഒരു ഓപ്പൺ ബോക്സ് വീഡിയോ ആണ്. അടുത്ത വീഡിയോസിലൂടെ നമ്മൾ ഇതിൻ്റെ കുക്കിങ്സ് എല്ലാം ചെയ്യുമ്പോൾ ഈ എല്ലാ മോഡുകളും ഇട്ട് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഓപ്പൺ ബോക്സ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു എക്യുപ്മെൻറ്റ് കൊണ്ട് പല രീതിയിലും കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി അഡ്വാൻറ്റേജസുമുള്ള ഒരു ഡിവൈസാണ് ഇത്. വൺ ടച്ച് കുക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ 12 പ്രീസെറ്റ് കുക്കിംഗ് ഓപ്ഷൻസും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന പോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇത് ഡിഷ് വാഷർ സേഫുമാണ്. നിങ്ങൾക്ക് ഡിഷ് വാഷർ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഡിഷ് വാഷറിൽ വെച്ച് കഴുകിയെടുക്കാനും സാധിക്കും. ഈ ഒരു യൂട്ടൻസിൽ കൊണ്ട് പല റെസിപ്പീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ്, സ്റ്റേക്ക്, ലസാനിയ, കേക്ക്, ഫ്രൈഡ് ചിക്കൻ, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ഈ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ കുക്കിംഗ് എങ്ങനെയൊക്കെ ഉണ്ടെന്നും നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.